NDA സർക്കാർ മൂന്നാമതും അധികാരത്തിലേറിയിരിക്കുന്നു. 2019 നിന്ന് ഭിന്നമായി കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് ഇത്തവണ ഭരണചക്രം തിരിക്കാൻ പോകുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതെ വന്നതോടെയാണ് രാജ്യം ഏറെ നാളുകൾക്ക് ശേഷം കൂട്ടുകക്ഷി ഭരണത്തിലേക്ക് എത്തിച്ചേർന്നത്. മുന്നണി എന്ന നിലയിലായിരുന്നു 2014ലും 2019ലും NDA സർക്കാർ രൂപീകരിച്ചതെങ്കിലും അന്നെല്ലാം BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമുണ്ടായിരുന്നു. 240 സീറ്റായി ഇത്തവണ BJP ചുരുങ്ങിയതോടെ മുന്നണി പ്രധാനമായി വന്നു. എങ്കിലും സർക്കാർ രൂപീകരണത്തിന്റെ ഘട്ടമെത്തിയതോടെ BJP ആധിപത്യം പുലർത്തുന്നതായാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത 72 മന്ത്രിമാരിൽ 60 പേരും BJPയിൽ നിന്നാണ്. ജനതാദൾ യുണൈറ്റഡിൽ നിന്നും തെലുഗുദേശം പാർട്ടിയിൽ നിന്നും 2 മന്ത്രിമാർ വീതവും, ജനതാദൾ S, ഹിന്ദുസ്ഥാനി ആവാം മോർച്ച, ശിവസേന, അപ്നാദൾ, രാഷ്ട്രീയ ലോക്ദൾ, ലോക് ജനശക്തി പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി എന്നിവയിൽ നിന്നും ഓരോ മന്ത്രിമാരെ വീതവും നിശ്ചയിച്ചു. ആഭ്യന്തരം, ധനകാര്യം, പ്രതിരോധം, റെയിൽവേ, വിദേശകാര്യം, റോഡ് ഗതാഗതം, കൃഷി തുടങ്ങിയ പ്രധാന വകുപ്പുകൾ BJP തന്നെ കൈകാര്യം ചെയ്യും. TDPക്ക് വ്യോമയാന മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ JDUവിന് കിട്ടിയത് ഫിഷറീസും പഞ്ചായത്തി രാജും. 9 പുതുമുഖങ്ങളാണ് ഇത്തവണ മന്ത്രിസഭയിലുള്ളത്. മന്ത്രിസഭയിൽ വലിയ മാറ്റങ്ങളില്ലെങ്കിലും BJPയുടെ ചില പ്രധാന നേതാക്കൾക്ക് ഈ സർക്കാരിൽ ഇടം ലഭിച്ചിട്ടില്ല. ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂരിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തിൽ 5ാമതും ജയിച്ച മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ, ബീഹാറിലെ പട്ന സാഹിബിൽ നിന്നും ജയിച്ച മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്, ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ ഉദ്ധം സിംഗ് നഗറിൽ നിന്ന് ജയിച്ച മുൻ കേന്ദ്രമന്ത്രി അജയ് ഭട്ട് എന്നിവരാണ് പട്ടികയിൽ ഇടം നേടാതെ പോയത്. അമേഠിയിൽ നിന്നും പരാജയപ്പെട്ട മുൻ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിക്കും ഇത്തവണ ഇടം കിട്ടിയിട്ടില്ല. 3ാം മോദി സർക്കാരിലും നിർമ്മല സീതാരാമൻ നിർണായക ചുമതലയിലുണ്ടെങ്കിലും പുതിയ മന്ത്രിസഭയിൽ നാരീശക്തി ക്ഷയിച്ചതായാണ് കാണുന്നത്. ആകെയുള്ള 72 മന്ത്രിമാരിൽ സ്ത്രീകൾ 7 പേർ മാത്രമാണ്. നിർമ്മല സീതാരാമൻ, അന്നപൂർണ ദേവി, അനുപ്രിയ പട്ടേൽ, ശോഭ കരന്തലജെ, രക്ഷാ നിഖിൽ ഗഡ്സെ, സാവിത്രി ഠാക്കൂർ, നിമുവിൻ ബാബു നിയോ എന്നിവരാണ് പുതിയ മന്ത്രിസഭയിലെ 7 വനിതാ മന്ത്രിമാർ. 2ാം മോഡി സർക്കാരിൽ 11 വനിതാ മന്ത്രിമാരുണ്ടായിരുന്നു. 2014ലെ മന്ത്രിസഭയിൽ 8 പേരും 2019ൽ 73 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 74 ആണ്. ആകെ കൂടിയത് 1 വനിതാ MP മാത്രം. ഇത്തവണ ഏറ്റവും കൂടുതൽ വനിതാ MPമാരുള്ളത് തൃണമൂൽ കോൺഗ്രസിനാണ്. പാർലമെന്റിലെ കരുത്തുറ്റ ശബ്ദമായ മഹുവ മൊയ്ത്ര അടക്കം 11 പേർ. മുസ്ലിം പ്രാതിനിധ്യം ഇല്ല എന്നതാണ് 3ാം മന്ത്രിസഭയിലെ മറ്റൊരു പ്രത്യേകത. 1ാം മോദി സർക്കാരിലും 2ാം മോദി സർക്കാരിലും മന്ത്രിസഭയുടെ തുടക്കത്തിൽ മുസ്ലിം പ്രതിനിധി ഉണ്ടായിരുന്നു. 2014 മുതൽ 2022 വരെ BJP നേതാവ് മുക്താർ അബ്ബാസ് നഖ്വി മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള അംഗമായി മന്ത്രിസഭയിലുണ്ടായിരുന്നു. ന്യൂനപക്ഷ കാര്യം, പാർലമെന്ററി കാര്യം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രിയായും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. രാജ്യസഭയിൽ നിന്നുള്ള MP ആയിരുന്ന അദ്ദേഹം 2022ൽ കാലാവധി അവസാനിച്ചതോടെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയായിരുന്നു. ഈ വർഷം അദ്ദേഹത്തിന് BJP സീറ്റ് നൽകിയതുമില്ല. മുതിർന്ന രാഷ്ട്രീയ നേതാവ് നജ്മ ഹെപ്തുള്ളയും 1ാം മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ഈ വർഷം പാർലമെന്റിലേക്ക് മത്സരിച്ച 430 BJP സ്ഥാനാർത്ഥികളിൽ മലപ്പുറത്തു നിന്നും പരാജയപ്പെട്ട M അബ്ദുൾ സലാം മാത്രമായിരുന്നു ഏക മുസ്ലിം പ്രാതിനിധ്യം. കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് ജോർജ് കുര്യനാണ് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ മന്ത്രിസഭയിലെ ഏക പ്രാതിനിധ്യം. BJPയെ സംബന്ധിച്ച് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെല്ലാം മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതോടെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം യുവ നേതാക്കളുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ള രീതിക്കുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. 2020 മുതൽ BJP ദേശീയ അധ്യക്ഷനായ JP നദ്ദയും ഇത്തവണ മന്ത്രിസഭയിലുണ്ട്. മുൻ പാർട്ടി അധ്യക്ഷന്മാരായ അമിത് ഷാ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് എന്നിവരും ക്യാബിനറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ, തമിഴ്നാട് BJP അധ്യക്ഷൻ K അണ്ണാമലൈ തുടങ്ങിയ യുവ നേതാക്കളുടെ പേരുകളാണ് അധ്യക്ഷ പട്ടികയിലേക്ക് പരിഗണിക്കുന്നതെന്ന് വാർത്തകളുണ്ട്. ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തുന്ന കോടീശ്വരരായ MPമാരുടെ എണ്ണവും ഇത്തവണ കൂടിയിട്ടുണ്ട്. 2024ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 543 MPമാരിൽ 504 പേരും കോടികളുടെ ആസ്തിയുള്ളവരാണെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. BJPയിൽ നിന്നുമാണ് കൂടുതൽ പേർ. 18ാമത് ലോക്സഭയിലെ ഏറ്റവും സമ്പന്നനായ ജനപ്രതിനിധിയാണ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ MP ചന്ദ്രശേഖർ പെമ്മസാനി. കുടുംബസ്വത്തും സ്ഥാവര ജംഗമ വസ്തുക്കളും ഉൾപ്പെടെ 5705 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി കണക്കാക്കുന്നത്. 2ാമതായി തെലങ്കാനയിൽ നിന്നുള്ള BJP MP കൊണ്ട വിശ്വേശ്വർ റെഡ്ഡി. 3ാം സ്ഥാനത്ത് BJPയുടെ MP നവീൻ ജിണ്ടാലാണ്. ലോക്സഭയിലുള്ള 240 BJP MPമാരുടെ ശരാശരി സ്വത്ത് 50 കോടി രൂപയാണ്. മൂന്നാം തവണയും രാജ്യഭരണം കൈയാളാൻ പോകുന്ന NDA സർക്കാരിന്
ഇത്തവണ നേരിടേണ്ടി വരുന്നത് കൂടുതൽ പ്രാതിനിധ്യമുള്ള ശക്തമായ ഒരു പ്രതിപക്ഷത്തെയാണ്. 10 വർഷത്തിന് ശേഷമാണ് ഇത്രയും ശക്തമായ ഒരു പ്രതിപക്ഷ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ടാകുന്നത്. ഏകപക്ഷീയമായി സർക്കാരിന് ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. ഒരു പതിറ്റാണ്ടിന് ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും എന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. 2014 44 സീറ്റിലും 2019 52 ഒതുങ്ങിയ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനുള്ള അംഗബലം ഉണ്ടായിരുന്നില്ല. ആകെയുള്ള 543 സീറ്റിന്റെ 10% എന്ന കണക്കിൽ 55 സീറ്റാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാൻ വേണ്ടത്. ഇത്തവണ 100 സീറ്റ് നേടി കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ ഗാന്ധി 233 അംഗങ്ങളുടെ പിന്തുണയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായാണ് പാർലമെന്റിലേക്ക് തിരികെ എത്തുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് അടക്കം 16 പാർട്ടികൾക്ക് ഇത്തവണ പാർലമെന്റിൽ പ്രാതിനിധ്യമുണ്ട്. 37 സീറ്റുള്ള സമാജ്വാദി പാർട്ടി, 29 സീറ്റുള്ള തൃണമൂൽ കോൺഗ്രസ് എന്നിവരാണ് അതിൽ മുന്നിൽ. 22 സീറ്റുള്ള DMKയും ശക്തമായ സാന്നിധ്യമാണ്. മറ്റു പാർട്ടികൾക്കെല്ലാം 10-ൽ താഴെ സീറ്റുകൾ മാത്രമാണുള്ളത്. ഒരു മുന്നണിയുടെയും ഭാഗമല്ലാത്ത പാർട്ടികളുടെ MP മാരും സ്വതന്ത്ര MP മാരും ചേർന്ന് 18 അംഗങ്ങളും ഇത്തവണ പാർലമെന്റിലുണ്ട്.